നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം വിശാഖം നക്ഷത്രക്കാരുടെ മുൻജന്മ വിശേഷങ്ങളാണ്. ഈ വിശാഖം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ വിശേഷങ്ങൾ എന്തായിരുന്നു എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ചെറിയ ഒരു വിവരണവും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് മറ്റു കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ ആരായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം, ഇല്ലേ? നമ്മുടെ വിഷയം അതാണ്. ഇവരുടെ പൂർവ്വജന്മ രഹസ്യം എന്താണ്? ഈ വീഡിയോ നിങ്ങൾ വിശ്വാസികളാണ് കൂടുതൽ കാണേണ്ടത്, അവിശ്വാസികൾ കാണണ്ട. കാരണം ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കുന്നതാണ് പലരുടെയും കമന്റ്. അപ്പൊ അതുകൊണ്ട് അവിശ്വാസികൾ കാണണ്ട. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തില് ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് പുസ്തകങ്ങളിൽ. അതായത് ഒരാൾക്ക് പൂർവ്വജന്മമുണ്ടെന്നും അവരയാളുടെ പൂർവ്വജന്മം എങ്ങനെയൊക്കെ ആയിരുന്നെന്നും അത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാമെന്നും അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിച്ചവർക്ക് പറയാൻ പറ്റും. പിന്നെ 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവ്വജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പൂർവ്വജന്മ കാര്യങ്ങൾ എങ്ങനെ പറയാം? ഒരാളുടെ ഒരു ജാതകം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഗ്രഹനില കിട്ടിയാൽ എങ്ങനെ പൂർവ്വജന്മ കാര്യങ്ങൾ എങ്ങനെ പറയാം? ഇത് വസ്തുത നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ്, അല്ലാതെ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുകയല്ല. അപ്പോ ഇത് പലർക്കും പല വിധത്തിലായിരിക്കോട്ടെ അനുഭവങ്ങൾ വരുന്നത്. അതായത് വിശാഖം നക്ഷത്രക്കാരായ അവരുടെ സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ജനിച്ച സമയവും ഓരോ ലഗ്നവും ഉണ്ട്. അതനുസരിച്ച് ഇതിന്റെ ഫലം വ്യത്യസ്തമായിരിക്കും. അതും കൂടി നിങ്ങൾ കാണണം. അപ്പൊ നിങ്ങളുടെ ജാതകവും അല്ലെങ്കിൽ ഗ്രഹനിലയും കൂടി ഒത്തു നോക്കിയാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു സാമാന്യ ഫലമായി നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ എങ്ങനെയാണ് ഒരു പൂർവ്വജന്മം എന്ന് കണ്ടുപിടിക്കുന്നത്? ഒരാളുടെ ജാതകത്തിലെ 9-ാം ഭാവം കൊണ്ടും അല്ലെങ്കിൽ അയാളുടെ 5-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും, ഇപ്പൊ എന്തൊക്കെയാണ് 5-ാം ഭാവവും 9-ാം ഭാവവും കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ഒരാളുടെ മുൻജന്മ കർമ്മത്തെ പറ്റി അറിയാൻ പറ്റും. ഈ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ ഭാവമാണ്. അതേപോലെ തന്നെ 9-ാം ഭാവവും അതേപോലെ തന്നെ. 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന്റെ ഭാവവുമാണ്, ഭാവമാണ് കേട്ടോ, ഭാവം. അപ്പൊ 5-ാം ഭാവം 9-ാം ഭാവം 12-ാം ഭാവം. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു സാമാന്യ ഫലമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും ചെയ്യണം. അപ്പൊ അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്, അതിലെ 9-ാം ഭാവവും 12-ാം ഭാവവും 5-ാം ഭാവവും ഒക്കെ എങ്ങനെ വരുന്നു എന്നും കൂടി നോക്കിയാലേ അത് പറയുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ പ്രത്യേകിച്ച് വേടത്തിന്റെയും കേതുവിന്റെയും ഒക്കെ സ്ഥാനം കൂടി നോക്കിയാലേ അത് കൃത്യത വരികയുള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് മുഴുവനായി കാണണം. എന്നാലും മാത്രം ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൂടാതെ ഈ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ എന്റെ നോട്ടിഫിക്കേഷൻ, ഇനി അടുത്തു വരുന്ന ഓരോ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ, അവരും ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരായിരിക്കുമല്ലോ, അപ്പൊ അവർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ അതുകൊണ്ട് പലരും ഇപ്പൊ പറയും വീഡിയോ പകുതിയായപ്പോഴാണല്ലോ വിഷയത്തിലേക്ക് കടക്കുന്നതെന്ന് പറയും. അങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഒരാളുടെ പൂർവ്വജന്മം എങ്ങനെ കാണണം, അതിന്റെ വിഷയം ഞാൻ ആദ്യം പറയണ്ടേ. അത് പറഞ്ഞിട്ടാണ് വിഷയത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോ
ഈ നക്ഷത്രം വിശാഖ നക്ഷത്രക്കാരൻ വിശേഷം നോക്കുമ്പോൾ ഇന്ദ്രനും അഗ്നിയുമാണ് ഇവരുടെ ദേവത. വിശാഖ നക്ഷത്രക്കാരുടെ ദേവത ഇന്ദ്രനും അഗ്നിയുമാണ് ദേവത. ഈ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? വേഴമാണ്. വേഴം അധിപനായ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. ഇവർ മുൻജന്മത്തില് നല്ല ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ വിശാഖ നക്ഷത്രക്കാര്. നല്ല ലക്ഷ്യബോധമുള്ള ജീവിതം നയിച്ചവരായിരുന്നു ഇവർ മുൻജന്മത്തിൽ വലിയ അധികാര സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരോ കഠിനമായ പ്രയത്നത്തിലൂടെ വിജയം കൈവരിച്ചവരോ ആയിരിക്കും ഈ വിശാഖ നക്ഷത്രക്കാർ. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ മുൻജന്മത്തിൽ സമൂഹത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്തവരോ ആത്മീയമായ ഉന്നത സ്ഥാനങ്ങൾ നേടിയവരോ ആയിരിക്കാനും ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്തിരുന്നവരും ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഞാനൊന്നുകൂടി പറയാം. അതായത് ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ മുൻജന്മത്തിൽ വളരെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരും സമൂഹത്തിന് വേണ്ടി വളരെ ഉന്നതമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തവരും ആത്മീയ ചിന്തയിലൂടെ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയവരും ആയിരിക്കും. ദാനധർമ്മങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് നല്ല പോലെ. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ നല്ല അറിവുള്ളവരും കുടുംബത്തിന് വേണ്ടി ജീവിച്ചിരുന്നവരും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ നല്ല കച്ചവടക്കാരോ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നവരോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവരൊരുപക്ഷെ ഒരു നല്ല കച്ചവടക്കാരായിരിക്കും. അതൊരു നീതിമാനായ ഒരു കച്ചവടക്കാരൻ, നീതിയും സത്യവും ധർമ്മവും നീതിയും പുലർത്തുന്ന ഒരു കച്ചവടക്കാരനായിരിക്കാൻ സാധ്യത കൂടുതലുണ്ട്. മുൻജന്മത്തിൽ ഇവർ നേടിയ ഈ വിജയങ്ങളാണ് ഈ ജന്മത്തിലും ഇവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. ഇവരുടെ കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ചെയ്ത ആ നല്ല പ്രവർത്തികളുടെ ഫലം ഈ ജന്മത്തിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ജന്മത്തിലും അങ്ങനെയാണ് ഇവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുകയും ആ കാര്യങ്ങൾ പകുതി വഴിയിലിട്ട് പോവുകയും ചെയ്യൂല. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്യും. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പകുതിക്കിട്ട് പോവുകയുമില്ല. ഇവർ അഗ്നി സ്വാധീനം ഉള്ളതുകൊണ്ട് ഇവരുടെ നക്ഷത്രത്തിന് അഗ്നിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഊർജം നിലവിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും ലക്ഷ്യം നേടാനുമുള്ള കഴിവ് ഇവർക്ക് പൂർവജന്മമായി കിട്ടിയിട്ടുള്ളതാണ്. മനസ്സിലായി? അപ്പൊ പൊതുവെ നോക്കുമ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും അല്ലെങ്കിൽ ആയിരുന്നു ഈ വിശാഖ നക്ഷത്രക്കാർ. ഈ വിഷയം ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.